ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. തത്വമസി എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ? തത്, ത്വം, അസി എന്ന 3 പദങ്ങൾ ചേർത്തിട്ടാണ് തത്വമസി എന്ന് വന്നത്. തത് എന്നാൽ അത്, അത് എന്നാൽ അതിന് മുമ്പേ അതെന്താണോ അത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അതെന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തെയാണ് അത് എന്ന് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ഈ ദേഹമാണെന്ന് അതറിയാത്തത് കൊണ്ടാണ് നാം ധരിച്ചു പോയത്. ആ ബ്രഹ്മത്തെ മറന്നുപോയത് കൊണ്ട് ഈ ദേഹം തന്നെ ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതിൽ നിന്ന് നാം വിമോചിതരാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിരന്തരമായ ആത്മവിചാരത്തോടെ നമ്മളിൽ ഒരു പരിണാമം വരണം. എന്നിട്ട് നമുക്ക് ബോധ്യം വരും, അഹം ബ്രഹ്മാസ്മി. പിന്നീടാണ് അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം. അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ എന്തായിരിക്കും ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം? അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. 4 വേദങ്ങളിൽ 4 മഹാവാക്യങ്ങളുണ്ട്. അതിലൊന്നാണ് തത്വമസി എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേതാണ് അഹം ബ്രഹ്മാസ്മി. രണ്ടാമത്തേത് പ്രജ്ഞാനം ബ്രഹ്മ. ബോധസ്വരൂപം, ബോധമാണ് അതിൻ്റെ സ്വരൂപം. പിന്നീട് എന്താണ്? ഈ കാണപ്പെടുന്ന എല്ലാം ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് എന്ന്. ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവവേദ്യനായ ഗുരു പറഞ്ഞു. അപ്പോൾ എന്താണ് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം? പ്രജ്ഞാനം ബ്രഹ്മ, ബോധമാണതിൻ്റെ സ്വരൂപം എന്ന്. ആ ബ്രഹ്മം എവിടെയിരിക്കുന്നു എന്ന ചോദ്യത്തിനുത്തരമായി അയമാത്മാ ബ്രഹ്മ, ഈ കാണപ്പെട്ട ആത്മാക്കളെല്ലാം ആ ബ്രഹ്മം തന്നെയാണ്. 4ാമതായി പറയുകയാണ്, നീയും അത് തന്നെയാണ്. എല്ലാ ആത്മാക്കളും അതാണെങ്കിൽ അതിലൊന്നാണല്ലോ ശിഷ്യൻ എന്ന് പറയുന്നതും. അപ്പം നീയും അത് തന്നെയാണ്. അതാണ് തത്വമസി. ആ തത്വമസി എന്ന വാക്കാണ് നമ്മുടെ ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ആ ശബരിമലയിൽ കയറി 18 പടിയും കയറി ചെന്ന് കഴിയുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വാചകമാണ് തത്വമസി. അത് നീ തന്നെയാണ്. ഏത്? ആ ബ്രഹ്മം. അല്ലെങ്കിൽ നമ്മൾ ഏതൊന്നിനെ കാണാൻ വേണ്ടിയാണോ അവിടേക്ക് എത്തിയത് അത് തന്നെയാണ്. അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി ശബരിമലയ്ക്ക് പോകുന്നു, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഗുരുവായൂർ പോകുന്നു, തിരുപ്പതി വെങ്കടാചലപതിയെ കാണാൻ വേണ്ടി തിരുപ്പതിക്ക് പോകുന്നു. അപ്പോൾ അത് ഏതൊന്നിനെ കാണാൻ വേണ്ടിയാണോ നാം അവിടെ എത്തിയത് അത് ഈ ആരാണോ പോകുന്നത് അവർ തന്നെയാണ്. അത് നീ തന്നെയാണ്. നീ ഏതൊന്നിനെ കാണാൻ വേണ്ടി അവിടെ പോയോ അത് നിന്നിൽ തന്നെയുണ്ട്. അതാണ് നിന്നെ ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത് എന്നാണ് തത്വമസി എന്ന് പറയുന്നത്. അപ്പം നാം അതുതന്നെയാണ് എന്ന് നിരന്തരം വിചാരം ചെയ്യണം. തത്വമസ്യാദിവാക്യാർത്ഥം വിചാരത്താൽ തെളിഞ്ഞിടും, അതുരീയത്തിലെപ്പോഴും വിശ്രമിക്കട്ടെ നിന്മനം. നമ്മളെപ്പോഴും ആ ബ്രഹ്മഭാവത്തെ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമ്പൊരുളിനെ നിരന്തരം വിചാരം ചെയ്ത് ആ തുരീയത്തിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തിയാവസ്ഥകൾക്കും അതീതമാണ് തുര്യാവസ്ഥ. ആ അതിൽ നിന്നാണ്, തുര്യാവസ്ഥയിൽ നിന്നാണ് ഈ സുഷുപ്തിയാവസ്ഥയും സ്വപ്നാവസ്ഥയും സ്ഥൂലാവസ്ഥയും നമുക്കുണ്ടായിരിക്കുന്നത്. അതിനാൽ ആ തുര്യാവസ്ഥയിലാണ് നാം സ്ഥായിയായി വിശ്രമിക്കേണ്ടത്. ഇത് 3ഉം ജാഗ്രത സ്വപ്ന സുഷുപ്തിയാദികൾ 3ഉം മാറ്റത്തിന് വിധേയമാണ്. എന്നാൽ മാറാത്തത്, സ്ഥായിയായി എന്നുമുള്ളത്, ആനന്ദസ്വരൂപിയായിരിക്കുന്നത് തുര്യാവസ്ഥയാണ്.
ആ തുര്യാവസ്ഥയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നിൽക്കട്ടെ. അവിടെ നമ്മൾ നിൽക്കണമെങ്കിൽ ഇതിലുള്ള സത്യബുദ്ധി പോകണം. ജാഗ്രത അവസ്ഥയിലെ സത്യബുദ്ധി പോകണം. അതേതുപോലെയാണ്? സ്വപ്നാവസ്ഥയ്ക്ക് സമാനമാണ് ഈ ജാഗ്രത അവസ്ഥ എന്ന ബോധം നമുക്കുണ്ടാവണം. സ്വപ്ന സമാനമാണ് കളത്രസുഖം മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് ത്വൽപ്രാണദേഹവുമനിത്യം കളത്രസുഖം. സ്വപ്നാദിയിൽ ചിലതു കണ്ടിട്ടുണർന്നവനോടൊക്കും. സ്വപ്നത്തിൽ എന്ത് കണ്ടിട്ട് ഉണർന്നു കഴിയുമ്പോൾ ആ സ്വപ്നാവസ്ഥ എപ്രകാരം മിഥ്യയാണോ ഇല്ലാത്തതാണോ അതുപോലെയാണ് ഈ ജാഗ്രത അവസ്ഥയും. ഈ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന സുഖദുഃഖാദികളും എല്ലാം. ഇവിടെ എന്തെല്ലാം സുഖം കിട്ടുന്നുവോ അതെല്ലാം സ്വപ്നത്തിൽ കണ്ടുണർന്ന ഒരാൾക്ക് സ്വപ്നാനുഭവം എപ്രകാരമാണോ അപ്രകാരമാണ് തുര്യാവസ്ഥയിലേക്ക് ഉണരുമ്പോൾ ഈ ജാഗ്രത അവസ്ഥയിലെ സുഖദുഃഖാദികളും. ദുഃഖവും അതേപോലെ സുഖവും അതേപോലെ. അതിൻ്റെ തുര്യാവസ്ഥയുടെ ചെറിയ ഒരു സാമ്പിളാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സുഷുപ്തിയിൽ നമുക്ക് ഈ ജാഗ്രത അവസ്ഥയിലുള്ള ഒരു വസ്തുക്കളും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ജഗത് പ്രതീതി ഒട്ടും തന്നെ ഇല്ല. തൻ്റെ ശരീരമില്ല, താനില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. എന്നാൽ എല്ലാം താനായി കാണുന്ന, താൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കുന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ. തുര്യാവസ്ഥയിൽ ജാഗ്രത അവസ്ഥയിലെ വിശ്വനോ സ്വപ്നാവസ്ഥയിലെ തൈജസനോ അതുപോലെ സുഷുപ്തിയാവസ്ഥയിലെ പ്രാജ്ഞനോ ഇത് മൂന്നും ചേർന്നതാണ് തുര്യ. ഇതൊക്കെ സാക്ഷി മാത്രനായിരിക്കുന്ന ഇത് മൂന്നവസ്ഥയും ചേർന്നതാണ് തുര്യൻ എന്ന് പറയുന്നത്, തുര്യാവസ്ഥയിലുള്ളത്. ആ തുര്യാവസ്ഥയിൽ എത്തിയ ഒരാൾ സ്ഥിരമാണ്, സ്ഥായിയാണ്, ആനന്ദസ്വരൂപിയാണ്, നിത്യതൃപ്തനാണ്, നിത്യാനന്ദിയാണ്, പരിപൂർണനുമാണ്. അവർക്ക് പോരായ്മകൾ ഒന്നും തന്നെയില്ല. ജാഗ്രത അവസ്ഥയിൽ പോരായ്മകൾ മാത്രമല്ലേ ഉള്ളൂ. അല്പം സുഖം കിട്ടിയാൽ അനൽപമായ ദുഃഖം അനുഭവമാകുന്നു. ഇവിടെ എപ്പോഴും കടലിൻ്റെ മുകൾ ഭാഗത്തുള്ള ഓളം തിരകൾ അടിച്ച് പ്രക്ഷുബ്ധമാകുന്നത് പോലെയാണ് ഈ മൂന്നവസ്ഥകളും. എന്നാൽ ഉൾക്കടലാവട്ടെ ശാന്തമാണ്. അതാണ് തുര്യാവസ്ഥയിൽ പരമശാന്ത ഗംഭീരമായിരിക്കുന്ന പരമാനന്ദ സ്വരൂപിയായിരിക്കും ആ തുര്യാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ. നമ്മുടെയൊക്കെ ജന്മത്തിൻ്റെ ഈ ശരീരമെടുത്ത് വന്നതിൻ്റെ ഉദ്ദേശം ആ തുര്യാവസ്ഥയെ അറിഞ്ഞ് അത് അനുഭവിച്ച് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആനന്ദാനുഭൂതി അനുഭവിക്കാനാണ്. അങ്ങനെ വന്നവരാണ് മഹത്തുക്കൾ. എല്ലാവരും ആ മഹത്വം അറിഞ്ഞ് ആനന്ദിച്ച് ആസ്വദിച്ചവരാണ്. നമ്മൾ ഈ ജാഗ്രത അവസ്ഥയിലെ അല്പമായ സുഖത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ വലുതാണ്, ഇതിലപ്പുറം മറ്റൊന്നില്ല എന്ന ഭ്രമമാണ് ഇവിടെ. ഇതിൽ തന്നെ കെട്ടിമറിഞ്ഞ് സമ്പത്ത് എത്രയുണ്ടാക്കിയാലും മതി വരില്ല. വീണ്ടും വീണ്ടും 10 കെട്ടുകൾ 100 മതി എന്നും 100 സഹസ്രം മതി എന്നും. എന്താണ് ഈ പണത്തിനോട് ഇത്ര ഭ്രമം? പണമുണ്ടായാൽ തനിക്ക് സുഖിക്കാനുള്ള എന്തും നേടാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മൂലമായിരിക്കുന്നത് പണമായതുകൊണ്ട് കുറേ പണം സമ്പാദിച്ചു വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. പണം കണക്കിലധികം സമ്പാദിക്കണമെങ്കിൽ അവിടെ അനധികൃതമായ കൃത്യങ്ങൾ ചെയ്താലേ കണക്കിലധികം അവിടെ പണം സമ്പാദിക്കാൻ പറ്റൂ. അപ്രകാരത്തിൽ അനധികൃതമായി നേടി വന്നവയെല്ലാം തന്നെ തനിക്ക് ദുഃഖത്തിനായിട്ടല്ലേ ഭവിക്കുന്നത്. അതുകൊണ്ട് സുഖിക്കാൻ പിന്നെ പറ്റുന്നുണ്ടോ? ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നവസ്ഥയ്ക്കും എപ്പോഴും സാക്ഷിയായി നിലനിൽപ്പതാം ബ്രഹ്മം താൻ എന്നു കാണുന്നോൻ നിത്യസംതൃപ്തി പൂണ്ടിടും.